നമുക്ക് അനന്തരോട് ചോദിക്കാം. അനന്ത്, ഇപ്പൊ സൈലത്തിന്റെ കറണ്ട് സ്റ്റേറ്റ് എന്താണ്? സൈലം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 4th ഇയർ കഴിഞ്ഞു, 5th ഇയറിലേക്ക് റണ്ണിങ് ആണ്. കറണ്ട് സ്റ്റേറ്റ് എനിക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വി സ്റ്റാർട്ടഡ് ഫ്രം ഒരു 1000 സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പൊ ഏകദേശം യൂട്യൂബിന്റെ കാര്യത്തിലാണെങ്കിൽ വി ആർ അറ്റ് ഒരു 50 യൂട്യൂബ് ചാനൽ പ്ലസ് ഉള്ള 50 പ്ലസ് യൂട്യൂബ് ചാനലുള്ള ഏകദേശം 9 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഏകദേശം 20ഓളം കാറ്റഗറിയിലായിട്ട് നമ്മൾ ടോട്ടലി പെയ്ഡ് യൂസേഴ്സ് ആയിട്ട് ഇപ്പൊ ആപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ 5 lakhs സ്റ്റുഡൻസ് പഠിക്കുന്ന, ഓഫ്ലൈനിലാണ് 30,000 ഇൻക്ലൂഡിംഗ് ഓൾ ദ കാറ്റഗറി, സ്കൂൾ ആയിക്കോട്ടെ, നമ്മുടെ എല്ലാം നീറ്റ് ജെഇ, PSC, CA, SCC എല്ലാം കൂടെ കൂട്ടി ഒരു 30,000 ഓഫ്ലൈൻ സ്റ്റുഡൻസും ഉള്ള കേരളത്തിൽ മാത്രമല്ല. നമ്മൾ കോയമ്പത്തൂർ സ്റ്റാർട്ട് ചെയ്തു, സേലം, തിരുച്ചി, കർണാടകയാണ്, മാംഗ്ലൂർ, ഉടുപ്പി. അപ്പൊ സൗത്ത് ഇന്ത്യയിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന ഫ്രം ഒരു സിംഗിൾ പ്ലേസിൽ നിന്ന് സൗത്ത് ഇന്ത്യ ടോട്ടലി എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറിയ ഒരു പ്ലാറ്റ്ഫോമാണ് സൈലം എന്ന് പറയുന്നത്. ഇപ്പം ഒരു ടെക് ആയിട്ട് തുടങ്ങി വി ആർ ഗെറ്റിംഗ് ഇൻ ടു ഓഫ്ലൈൻ ഓൾസോ. ഒരു കൺവെൻഷണൽ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ തന്നെ സ്കൂളിംഗും ബാക്കിയുള്ള കാര്യത്തിലേക്കൊക്കെ നമ്മൾ വൺസ് അവർ ബ്രാൻഡ് ബിൽഡ് ആയി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ് ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് സൈലം എന്ന് പറയുന്നത്. Wow, awesome. That's a huge ഇത് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. അപ്പൊ ഞാൻ എന്റെ ഓർമ്മയുണ്ട്, ഞാൻ 2014 കോളേജ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അതിന് പിന്നാലെയായിട്ട് ഒരു എൻട്രൻസിന് കുറെ ഒരു ഇയേഴ്സ് പോയിട്ടുണ്ട്. അത് വാസ് വെരി ഹെക്ടിക്, ഭയങ്കര ടഫ് ആയിട്ടുള്ള പീരീഡ് ഓഫ് ടൈം ആണെന്ന് പറയാം. ബട്ട് ഇപ്പൊ ഞാൻ സൈലത്തിന്റെ വീഡിയോ ഇന്നലെ കണ്ടപ്പോൾ ടീച്ചേഴ്സ് ആർ ബിക്കമിങ് ലൈക്ക് എഡ്യൂക്കേഷൻ, എന്റർടൈൻമെന്റ്. അപ്പൊ ആ ഒരു രീതിയിലുള്ളൊക്കെ വരുമ്പോ ഹൗ ഇസ് ദ സ്റ്റുഡൻസ് എന്താ പറയാ റിസപ്ഷൻ ടു എഡ്യൂക്കേഷൻ? ആക്ച്വലി ലൈക്ക് നിങ്ങൾ പലരും കാണുന്ന വീഡിയോ മീൻസ് ഈ നീറ്റ് ജെഇ മാത്രമല്ല, ഇപ്പൊ ബോർഡ് എക്സാം കോഴ്സുകൾ സൈലത്തിലുണ്ട്. 8, 9, 10, 11 അല്ലെങ്കിൽ 4 to 12 ഉണ്ട്. അപ്പം ആ ഫേസിൽ നിന്നൊക്കെ പറയുമ്പോൾ ബോർഡ് എക്സാം കണ്ടന്റ് ആണ്. അപ്പൊ ഒരു നീറ്റ് ജെഇ മാത്രമല്ലാത്ത ഓഡിയൻസും ഉണ്ട്, ജനറൽ ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും ഉണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഏറ്റവും മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്, കുട്ടികളല്ല അഡൽട്ട് ആയിട്ടുള്ള ആളുകൾക്ക് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ പോലും 2x അടിച്ചു കാണുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആളുകൾ മാറിക്കഴിഞ്ഞു. അപ്പം റീൽസ് പോലുള്ള ഷോർട്ട് കണ്ടന്റ് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, കൂടുതൽ നേരം ചെയ്യാൻ പറ്റില്ല. കാര്യം ഓരോ കണ്ടന്റ് അനുസരിച്ച് അടുത്തടുത്ത കണ്ടന്റുകൾ കിട്ടുന്നു, വ്യത്യസ്തമായി അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നു. അപ്പം കമ്മിങ് ടു എടെക് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ഒരു 1.5 hour ക്ലാസ് ആണെങ്കിൽ ഈ ക്ലാസ്സിൽ അറ്റൻഷൻ ഭയങ്കര കുറവാണ് കുട്ടികൾക്ക്. അപ്പം അറ്റൻഷൻ കുറവായതുകൊണ്ട് തന്നെ ഒരു നോർമൽ കണ്ടന്റ് ഡെലിവറിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മാത്രമായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, കുട്ടികളെ നമുക്ക് ഹുക്ക് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. അപ്പൊ കണ്ടന്റ് ഡെലിവറി ചെയ്യാൻ വേണ്ടി അവിടെ എന്റർടൈൻമെന്റും കൂടെ കൊണ്ടുവരേണ്ടി വരുന്നു. ഒരു എഡ്യൂടൈൻമെന്റ് ആണ് ആക്ച്വലി ഇപ്പൊ കൂടുതൽ എന്ത് ചെയ്യുന്നത്, വർക്ക് ആവുന്ന ആ സെഗ്മെന്റിൽ. പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള നീറ്റ് ജെഇ ഓഡിയൻസിനുള്ള വേറെ കണ്ടന്റുകളുണ്ട്. പക്ഷെ കുറച്ചും കൂടെ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്ത് അവരെ അവിടെ അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ടീച്ചേഴ്സ് പലരും കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ട് മാറുന്നത്. ലൈക്ക് ഒരു സിനിമ കാണുന്ന പോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, കണ്ടന്റ് ഡെലിവറി ചെയ്താൽ അവരെ നമുക്ക് ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് അവരെ നിർത്താൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾ ബാക്ക് അടിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാകും. അപ്പൊ ടീച്ചേഴ്സ് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആവാണ്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ആകുമ്പോൾ അവർക്കൊരു സിനിമയിലെ ഒരു റോക്ക് സ്റ്റാറിനെ കാണുന്ന പോലെ തന്നെയാണ് അവർ ടീച്ചേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞാൻ തന്നെ കുറെ ട്രോൾ പേജ് കണ്ടിട്ടുണ്ട്, എല്ലാത്തിലും ഓരോ സാർമാരൊക്കെ വെച്ചിട്ട്. അപ്പൊ ഒരു തരം റോക്ക് സ്റ്റാർസ് ആണ് അവരിപ്പം കേരളത്തിൽ എന്ന് പറയുന്നത്. ഒരുപാട് ടീച്ചേഴ്സ്, ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള, ഒരു ഇൻഫ്ലുവൻസേഴ്സിനേക്കാൾ ഫാൻ ഫോളോയിങ് ഉള്ള ടീച്ചേഴ്സിന് നമ്മൾ ഒരുപാട് പേര് എന്തുണ്ട് ഇപ്പം നമ്മുടെ സെഗ്മെന്റിലുണ്ട്, കുട്ടികളെ ഏറ്റെടുത്തിട്ടുള്ള. അപ്പം അതാണ് ആക്ച്വലി ഒരു എടെക്കിൽ ഇപ്പം കുട്ടികൾ കുറച്ചും കൂടെ അവരെ സപ്പോർട്ട് ചെയ്യണം, അവരെ സ്നേഹിക്കുകയാണ്, അവരുമായിട്ട് കണക്ട് ആവുകയാണ്. അപ്പം അവർക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇവരെ കൊണ്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ആക്ച്വലി വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്.